നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ CBIക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ അസിസ്റ്റന്റ് പ്രോഗ്രാമർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് CBIയിൽ അസിസ്റ്റന്റ് പ്രോഗ്രാമർ തസ്തികയിൽ 27 ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. ജോലിക്ക് ഓൺലൈനായി 2024 നവംബർ 9 മുതൽ അപേക്ഷിക്കാം. നവംബർ 28 അവസാന ദിവസം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ 27 ഒഴിവുകളിലേക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അസിസ്റ്റന്റ് പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത 1. കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം CS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ സ്പെഷ്യലൈസേഷനോടെയുള്ളതായിരിക്കണം. ഇതല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ബിരുദമുണ്ടായിരിക്കണം. രണ്ടാമത്തെ യോഗ്യതയായിട്ട് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് CS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ECE ബിരുദമുണ്ടായിരിക്കണം. ഇതിനൊപ്പം തന്നെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വയംഭരണാധികാരം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സർവകലാശാലകൾ നിയമാനുസൃത സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ഗവേഷണ സ്ഥാപനം എന്നിവയിൽ നിന്നുള്ള യഥാർത്ഥ പ്രോഗ്രാമിംഗ് അനുഭവം ഉൾപ്പെടെ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് ജോലിയിൽ കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ആവശ്യമാണ്. ഇതല്ലെങ്കിൽ മൂന്നാം കാറ്റഗറിയായിട്ട് C കാറ്റഗറിയായിട്ട് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക് അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സിൽ പ്രോഗ്രാമിന് കീഴിലുള്ള ഒരു ലെവൽ ഡിപ്ലോമ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിന് കീഴിൽ ഉള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദാനന്തര ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നോ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വയംഭരണ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സർവകലാശാലകൾ നിയമാനുസൃത സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അംഗീകൃത ഗവേഷണ സ്ഥാപനം എന്നിവയിൽ ഏതിലെങ്കിലും നിന്നോ യഥാർത്ഥ പ്രോഗ്രാമിംഗിന്റെ ജോലി പരിചയം ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് ഡാറ്റ പ്രോസസ്സിംഗ് ജോലിയിൽ കുറഞ്ഞത് 3 വർഷത്തെ പരിചയം അഭിലഷണീയമാണ്. ഈ 3 ഒഴിവുകളിൽ ഏതെങ്കിലും ഒന്ന് അല്ലാതെ C++, അല്ലെങ്കിൽ വിഷ്വൽ C++ എന്നിവയിലും ഒറാക്കിൾ റിലേഷൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയിലും യൂണിക്സ് അല്ലെങ്കിൽ യൂണിക്സിന് കീഴിലുള്ള RISC അടിസ്ഥാനമാക്കിയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ വിൻഡോസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ വിൻഡോസ് നെറ്റ്വർക്കിംഗ് എന്നിവയെക്കുറിച്ചുള്ള അറിവ് അഭികാമ്യമാണ്. അപേക്ഷാ ഫീസ് 25 രൂപയാണ്. സ്ത്രീകൾ ST SC PWD വിഭാഗത്തിന് ഫീസില്ല. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 നവംബർ 28 വരെ. അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ. ഒപ്പം തന്നെ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.